നാഷണൽ ഹെറാൾഡ് കേസിൽ കോൺഗ്രസിന് വീണ്ടും കുരുക്ക്. കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധിക്കും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കുമെതിരെ പുതിയ എഫ്ഐആർ ഫയൽ ചെയ്തു. കേന്ദ്ര ഏജൻസികൾ വേട്ടയാടുന്നതിൽ പുതുമയില്ലെന്നാണ് കോൺഗ്രസിന്റെ പ്രതികരണം. നാഷണൽ ഹെറാൾഡ് കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി തുടങ്ങിയവർക്കെതിരെ ക്രിമിനൽ ഗൂഢാലോചന കുറ്റം ചുമത്തിയാണ് പുതിയ കേസ്. സോണിയയ്ക്കും രാഹുലിനും പുറമെ സാം പിത്രോദയടക്കം മറ്റ് 4 പേരെയാണ് ഡൽഹി പോലീസിന്റെ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിൽ പ്രതി ചേർത്തിരിക്കുന്നത്. അസോസിയേറ്റഡ് ജേർണൽസ് ലിമിറ്റഡ്, യങ് ഇന്ത്യൻ, ഡോട്ടെക്സ് മർച്ചന്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നീ 3 കമ്പനികളുടെ പേരും എഫ്ഐആറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ക്രിമിനൽ ഗൂഢാലോചന കേസിൽ സോണിയാഗാന്ധി 1-ാം പ്രതിയും രാഹുൽ ഗാന്ധി 2-ാം പ്രതിയുമാണ്. നാഷണൽ ഹെറാൾഡ് പത്രത്തിന്റെ മാതൃകമ്പനിയായ അസോസിയേറ്റഡ് ജേർണൽസ് ലിമിറ്റഡിനെ വഞ്ചനാപരമായി കൈവശപ്പെടുത്താൻ ക്രിമിനൽ ഗൂഢാലോചന നടത്തിയെന്നാണ് ആരോപണം. കേസ് കാട്ടി ഭയപ്പെടുത്തേണ്ടെന്ന കോൺഗ്രസ് പ്രതികരണം. ഇലക്ഷൻ കമ്മീഷൻ, CBI, ED ഈ പറയുന്ന എല്ലാ ഏജൻസികളെയും പിടിച്ചുകൊണ്ട് ജനാധിപത്യം കംപ്ലീറ്റ് കശാപ്പ് ചെയ്യുന്ന ഒരു സമീപനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ രാഹുൽ ഗാന്ധിക്കെതിരെയും സോണിയാഗാന്ധിക്കെതിരെ കേസെടുക്കും. ഈ കേസൊന്നും കൊണ്ട് പേടിപ്പിക്കേണ്ട കാര്യമില്ല. ഞങ്ങൾ ഒരുപാട് കേസ് കണ്ടതാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒക്ടോബർ 3-നാണ് ഡൽഹി പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത്. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.